വൈശാഖേ, നീ യുക്രൈൻ റഷ്യ വാറൊക്കെ വന്ന് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ക്രാഷ് ആയ കാര്യങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. നീ പുതിയ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തോ വല്ലതും? ഇല്ല. നമ്മള് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്യൂസ് കണ്ടിന്യൂസ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കൊറോണ ആകാം, ഇതിപ്പോൾ യുക്രൈൻ റഷ്യ വാറാകാം, ഇല്ലെങ്കിൽ ഡെൽറ്റ വേരിയന്റ് ആകാം, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ആക്ച്വലി നല്ല സ്റ്റോക്കുകൾ നമുക്ക് വലിയ ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. സോ നീ ഉറപ്പായിട്ട് ഞാൻ നിനക്ക് കുറച്ച് സ്റ്റോക്സ് പറഞ്ഞുതരാം. നമുക്കിവിടെ ചായ കുടിക്കാൻ നിർത്താം. ഓക്കെ, നമുക്ക് ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ നിനക്ക് നല്ല അടിപൊളി ഒരു 5 കിടിലൻ സ്റ്റോക്സ് പറഞ്ഞുതരാം. വൈശാഖൻ, അടിപൊളി റെസ്റ്റോറൻറ്റ് അല്ലേ? നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും വലിയ വലിയ പ്രോബ്ലംസ് ഫേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 2008 ഗ്ലോബൽ റിസഷൻ, അതിനുശേഷം ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ട കൊറോണ ഇഷ്യൂസിന് ശേഷം മാർക്കറ്റ് വലിയൊരു ബുൾ റണ്ണല്ലേ നടത്തിയത്. ആക്ച്വലി ബുൾ റണ്ണിൽ പല ആളുകൾക്കും പ്രോപ്പറായിട്ട് എൻട്രി എടുക്കാൻ സാധിക്കാത്ത കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ലൈക്ക് യു, നിനക്കൊന്നും കൃത്യമായിട്ട് എൻട്രി എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനെയുള്ള നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി ഈ പറയുന്ന യുക്രൈൻ റഷ്യ വാർ. ആക്ച്വലി പല അടിപൊളി സ്റ്റോക്സും എന്ത് പറ്റിയിട്ടുണ്ട്, മോർ ദാൻ 20% ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാനൊരു 5 അടിപൊളി സ്റ്റോക്സ് ഞാൻ നിനക്ക് സജസ്റ്റ് ചെയ്യാം. നീ എൻ്റെ ഇത് മാത്രം കേട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. നീ അതിനെക്കുറിച്ച് പഠിക്കുക, നിന്റെ പേഴ്സണൽ ഇൻവെസ്റ്റർ എടുത്ത് ചോദിക്കുക. ഈ ഒരൊറ്റ വീഡിയോൻ്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യല്ല. എന്നാലും ഞാൻ നിനക്ക് ബ്ലൂ ചിപ്സിൽ ഏറ്റവും ലാർജ് സ്കെയിലിൽ തന്നെയുള്ള ഒരു 5 അടിപൊളി കമ്പനീസ്, ഇപ്പോൾ നല്ല വാല്യുവേഷനിൽ കിടക്കുന്ന 5 കമ്പനീസ് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അതിനകത്ത് ഫസ്റ്റ് വൺ നമുക്ക് ബാങ്കിങ് സ്റ്റോക്കുകളെ ചൂസ് ചെയ്യാം. കാരണം ബാങ്കിങ് സ്റ്റോക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമി റിക്കവർ ചെയ്യുന്ന സമയത്ത് ആദ്യം റിക്കവറി വരുന്നത് ബാങ്കിങ് സ്റ്റോക്സ് ആയിരിക്കും. കാരണം ഫസ്റ്റ് ബെനിഫിഷ്യറി ആർക്കായിരിക്കും? ബാങ്കിങ് സ്റ്റോക്കുകൾക്കായിരിക്കും. 2 ലീഡിങ് ബാങ്കുകളുണ്ട്. ഓക്കെ ബ്രോ, വെച്ചോ. ക്യാപിച്ചീനോ വന്നു എന്തായാലും. യെസ്. അപ്പോൾ നിനക്ക് എത്ര ഷുഗർ വേണം? എനിക്ക് പറഞ്ഞോ, നീ ഡയറ്റ് ആണല്ലോ അല്ലേ? എനിക്കെന്തായാലും 3 ഷുഗർ വേണം. ഓക്കെ, ഫൈൻ. അപ്പോൾ വൈശാഖ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നിനക്കറിയാലോ? ഏതൊക്കെയാണ്? അതിനകത്ത് വേറെ ഡൗട്ടൊന്നുമില്ല, അത് HDFC ബാങ്കും അതുപോലെ തന്നെ ICICI ബാങ്കുമാണ്. ഓക്കെ, ICICI ബാങ്കാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ബാങ്ക്. കാരണം ഇപ്പോൾ ICICI ബാങ്ക് നിയർലി 17% ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അതായത് ഓൾ ടൈം ഹൈയിൽ നിന്ന് 17% ഡൗൺ ആണ്. ഈ ഒരൊറ്റ ഇഷ്യൂ കൊണ്ടാണ് ICICI ബാങ്ക് ഇത്രയും താഴ്ത്തു വന്നത്. നല്ല സൂപ്പർ വാല്യുവേഷൻ. ഇപ്പോൾ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് നിയർലി 700 റുപ്പീസാണ്. അപ്പോൾ നീ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓൾ എമൗണ്ട് ഒന്നിച്ചു കൊണ്ടൊന്ന് ഇടാനല്ല ഞാൻ പറയുന്നത്. അതിന് നീ SIP മോഡലിലോ നിന്റെ ടോട്ടൽ ക്യാപിറ്റലിൽ നിനക്ക് 2 or 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് ഒരു ഭാഗം ഇപ്പോൾ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ധൈര്യമായിട്ട്. 700 രൂപയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 17% ഉണ്ടാവും. പല വലിയ ഇൻവെസ്റ്റേഴ്സും ഇതിൻ്റെ അകത്ത് കാണുന്ന ടാർഗറ്റ് 1000 റുപ്പീസാണ്. ഓക്കെ, 1000 രൂപ, അതായത് 300 രൂപയുടെ വരെ ഒരു റിട്ടേൺ ICICI ബാങ്കിൽ പലരും കാണുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ചൂസ് ചെയ്യേണ്ട ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള HDFC ബാങ്കാണ്. ഓക്കെ, HDFC ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വർഷം പോലും HDFCയുടെ പ്രോഫിറ്റിൽ 16% വളർച്ച സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല FIAs ഭയങ്കരമായിട്ട് സ്റ്റോക്സ് വിറ്റൊഴിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഈ ഒരു ഇഷ്യൂവിന് മുമ്പേ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഒരു ഇഷ്യൂയോട് കൂടി 20% കറപ്ഷനാണ് ഈ ഒരു സ്റ്റോക്കിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ പല വലിയ ഇൻവെസ്റ്റേഴ്സും പറയുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 2000 റുപ്പീസ് മുതൽ 2100 റുപ്പീസ് വരെയാണ്. വലിയൊരു റിട്ടേൺ തന്നെ ഈ ഒരു സ്റ്റോക്ക് നിനക്ക് തരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബാങ്കിങ് സ്റ്റോക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് IT സെക്ടേഴ്സാണ്. IT-യിലെ ഏറ്റവും ടോപ്പ് കമ്പനികൾ ആരൊക്കെയാണ്? TCS, HCL, ഇൻഫി, ഇങ്ങനെയുള്ള സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളിൽ പല സ്റ്റോക്കുകളും വളരെ അടിപൊളി സ്റ്റോക്കാണെങ്കിലും ഞാൻ നിനക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹൈ വാല്യുവേഷനിൽ, നല്ല വാല്യുവേഷനിൽ ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് HCL ആണ്. അപ്പോൾ HCLന് ഞാൻ നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. അതുമാത്രമല്ല അവരുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺ എല്ലാ വർഷവും, അവരുടെ പ്രോഫിറ്റിൽ വലിയതായിട്ടുള്ള ഒരു ജമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ TCSും ഇൻഫി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കറണ്ട് വാല്യുവേഷനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റോക്ക് HCL ആണ്.
ഓക്കെ, നീ കാപ്പി കുടിക്കുന്നത് ഫൈൻ. ഓക്കെ, ഇനിയും നല്ലൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് HCL മാത്രമാണ്. ഓക്കെ, മറ്റേ സ്റ്റോക്കുകൾ വാല്യുവേഷൻ ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് ഞാൻ HCLനെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കമ്പനി ഉണ്ട്. അതേതാണ്? റിലയൻസ് ആണ്. ഓക്കെ, നമ്മളെല്ലാവർക്കുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റിലയൻസ് ആണ്. റിലയൻസിന് ഈ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണാനായിട്ടുള്ളൊരു റീസെൻ്റായിട്ട് ഒന്ന് താഴെ വന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനേക്കാളും വലുത് റിലയൻസ് ജിയോ ടെലികമ്മ്യൂണിക്കേഷനിൽ അവരുടെ പ്രസൻസ്, അതുപോലെ തന്നെ റീറ്റെയിൽ ചെയിനിൽ അവരുടെ പ്രസൻസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജിയോ മാർട്ട്, അതിനു മുമ്പ് റിലയൻസ് മാർട്ട് ഉണ്ട്. റിലയൻസിൻ്റെ ഒത്തിരി റീറ്റെയിൽ കമ്പനീസ് ഉണ്ട്. നമുക്കറിയാം ഏതാണ് ട്രെൻഡ്സ്, അതുപോലെയുള്ള വലിയ ബ്രാൻഡുകൾ റീറ്റെയിൽ ചെയിനിലുണ്ട്. ഇന്ത്യ ഒരു കൺസ്യൂമർ രാജ്യമായതുകൊണ്ട് ഇനി ഫ്യൂച്ചറിലും ഇത്തരത്തിലുള്ള കൺസ്യൂമർ പ്രൊഡക്ട്സുകളാണ് കൂടുതൽ ഇന്ത്യയിൽ വിറ്റുപോകാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് നമുക്ക് റിലയൻസും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഇനിയും 5ാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഞാൻ എല്ലാ ആളുകൾക്കും നമ്മളെപ്പോഴും കാണുന്നൊരു സ്റ്റോക്കാണ്. അത് L&T ആണ്. ഓക്കെ, ഇന്ത്യക്ക് അടുത്ത സ്റ്റേജിലോട്ട് ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കണം എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് L&T ആണ്. L&T ഇല്ലാതെ ഇന്ത്യക്ക് ഒരു വളർച്ചയില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇന്ത്യ വളരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി അതിൻ്റെ കൂടെ L&T വളരും. L&Tയുടെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ 75% അവരുടെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നത് ഇന്ത്യയിലാണ്. 25% വിദേശ രാജ്യങ്ങളിലും അവർക്ക് കൺസ്ട്രക്ഷൻ ഉണ്ട്. അതുമാത്രമല്ല അവർ ഓൾറെഡി അവർക്ക് കിട്ടിയിരിക്കുന്ന കുറേ വർക്കുകളുണ്ടല്ലോ. ഈ വർക്കിൻ്റെ എമൗണ്ട് മാത്രം 3 ലക്ഷം കോടിയാണ്. 3 ലക്ഷം കോടി രൂപയുടെ പ്രോജക്ട്സ് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, ഓൾറെഡി പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതും ഒരു ലാർജ് സ്കെയിലായിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയല്ലേ. ഈ 5 സ്റ്റോക്കുകൾ ഇനിയും നിനക്ക് ഈ ഒരു ഉക്രൈൻ റഷ്യ വാറിൽ നിനക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. സോ 2 ഗുണമാണ് നമ്മൾ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ലാർജ് ക്യാപ്പ് ആകുമ്പോൾ നമുക്കൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഡൗൺഫാൾ ഉണ്ടാവത്തില്ല. വലിയ റിട്ടേൺ കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഭയങ്കര സെക്യൂർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ സ്റ്റോക്കുകൾ, നല്ല സ്റ്റോക്കുകൾ, ഓൾറെഡി നമുക്ക് മിക്ക സ്റ്റോക്കുകളും 20% ഡൗൺ സൈഡിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 20% ഡൗൺ സൈഡിൻ്റെ അകത്ത് വലിയ റിട്ടേൺ, ആ ഒരു എൻട്രി പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സോ ഫ്യൂച്ചറിൽ ഈ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കേണ്ട ഏറ്റവും സൂപ്പറായിട്ടുള്ള 5 സ്റ്റോക്കുകൾ എനിക്ക് ചൂസ് ചെയ്യാം. ഇത് കൂടാതെ ഒത്തിരി നല്ല സ്റ്റോക്കുകളുണ്ട്, പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഈ 5 സ്റ്റോക്കുകളെയാണ്. ഫൈൻ, എന്തായാലും കാപ്പി കുടിക്കും. ഫൈൻ, നല്ല ക്യാപ്പിച്ചീനോ. ഞാൻ നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് ഇത്ര നല്ലൊരു റെസ്റ്റോറൻ്റായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കയറുന്നത് ആക്ച്വലി. ഹായ് ഓൾ. അപ്പോൾ ഈ ഉക്രൈൻ റഷ്യ വാറിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മികച്ച 5 സ്റ്റോക്കുകളാണ് ട്രേഡ് ടോക്സ് ടീം ഇപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അനാലിസിസുകൾ നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ഉറപ്പായിട്ടും ഈ റെസ്റ്റോറൻറ്റ് ട്രേഡ് ടോക്സിൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ്. 100 റൈഫിൾസിൽ നിന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ നെയിം. നിങ്ങൾ ആലുവ അങ്കമാലി റൂട്ടിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഓക്കെ, ഗുഡ് ബൈ.